നോക്കെ ഇങ്ങനെ നിലം തൊടിക്കാതെ എങ്ങോട്ടായി കൊണ്ടുപോണേ? ഞാനൊരു പാവം ബ്രാഹ്മണനാണേ. ബ്രഹ്മഹത്യ പാപാണ് കേട്ടോ. നിന്റെയൊക്കെ കുലം മുടിയും. അയ്യോ ഗുരുദേവ, അങ്ങേം പൊക്കിയോ? ഇവന്റെ വേഷം കെട്ടല് കണ്ടില്ലേ? ദൈവസ്ഥാനീയനായി കാണേണ്ട എന്നെ ഒരു ശൂനകനാക്കി തീർത്തിട്ട് നാണം ഇല്ലാണ്ട് ഗുരുദേവാന്ന് വിളിക്കണു. പന്ന പരിശയാണ് ഇവൻ. കൊന്നു കളയവനെ. പൂജാരി, നീയാണോ എന്റെ ആളുകളെ കൊന്നത്? രാമ, നോമ ആളുകളെ കൊല്ലിയേ. നോക്കൂ ഗുരുദേവ, എന്നോടുള്ള ദേഷ്യം തീർക്കാൻ എന്നെ കള്ളക്കേസിൽ പെടുത്തുകയാണല്ലേ? ബാലുബായി, നോമൊരു ബ്രാഹ്മണനാ, നരഹത്യ ചെയ്യില്ല, ഞാൻ വിശ്വസിക്കാം. വിശ്വസിക്കരുത് ഇവനെ. ഇവൻ തന്നെയായിരിക്കും കൊന്നിട്ടുണ്ടാവുക. പബ്ബിൽ വെച്ച് റൗഡികളെയൊക്കെ അടിച്ചൊതുക്കിയവനാ. ഞാനോ? പബ്ബിൽ വെച്ചോ? ദോ ദേഷ്യത്തിന് 4 വർത്താനം പറഞ്ഞു എന്നല്ലാതെ അടിക്കേ. നീ എന്നെ അടിച്ചവനല്ലേ? അടിച്ചു കാണുമോ? മോനെ, ഇവൻ വേഷം മാറി എന്നെ പറ്റിക്കാൻ വന്നവനാ. ഇപ്പൊ വിഷയം മാറ്റി നിങ്ങളെ പറ്റിക്കാൻ നോക്കുക. ഞാൻ ഉറപ്പിച്ചു പറയാം, ഇവനാ കീഴ്ച്ചവനെ. എന്റെ ബാലുബായി, ധന്യായാണ് കേട്ടോ. എത്ര പൂജ നോമ ഇവിടെ ചെയ്തിട്ടുണ്ട്. മരിച്ചവർക്ക് കർമ്മം ചെയ്യുന്നല്ലാതെ നമ്മെ കൊണ്ട് കൊല്ലാനൊന്നും ആവില്ല. നമ്മെ വെറുതെ വിടുക. ബ്രഹ്മഹത്യ മഹാപാപാണെന്ന് ഇയാളോട് പറയാ. റസൂൽ, എനിക്കെന്തോ ഇവന്മാര് പറയുന്ന അത്ര വിശ്വാസം വരുന്നില്ല. എന്റെ ആളുകളെ കൊന്നത് ഇവനാണെങ്കിൽ ധൈര്യമായിട്ട് എന്റെ വീട്ടിലേക്ക് വരുമോ? നമുക്ക് ഇവനോട് ലോക്ക് ചെയ്യാം. വീണ്ടും കൊലപാതകങ്ങൾ നടക്കുകയാണെങ്കിൽ ഇവനല്ലാന്നർത്ഥം. എന്തു പറയുന്നു? അയ്യോ ബാലുബായി, നിലത്ത് നിർത്താൻ പറയാ. നോം കൗബീനം ധരിച്ചിട്ടില്ല കേട്ടോ. ഇനി അവൻ ആ പെണ്ണിന്റെ പുറകെ നടക്കണമെന്ന് കാണട്ടെ. അപ്പൊ നോമ അങ്ങോട്ട് ഇയാളെ പിടിച്ച് ലോക്ക് ചെയ്യണം. നമ്മുടെ ശിഷ്യനെ പോലെ നോമും കൗബീനം ധരിച്ചിട്ടില്ല കുട്ടികളെ. എന്താണ് പ്രഭാകർ? സർ, ആ മേജറിന്റെ മോനെ കണ്ടുപിടിച്ചു. അതെ സർ. What a good news is that, പ്രഭാകർ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. നരസിംഹ, ഞാൻ വരുന്നു നിന്റെ അടുത്തേക്ക്. പെണ്ണെണ്ണി വലക്കല് മന്ദാര പൂവിതലഴകാലേ മയിട്ട മെഴി കാട്ടി പയ്യാറ കൊഞ്ചി കൊഞ്ചി നീ ചാരെ വന്നാൽ ഉള്ളു പിടയുന്നേ. വാനത്ത് താമരപ്പ് വാലിട്ട താരളം പോരത്ത് വന്നാലും അന്താക്ഷരി നാടാകെ വന്തലിട്ട് വീരാളി പട്ടെടുത്ത് പൂത്താലി ഒന്നരട്ട പെണ്ണൊരുങ്ങി. കൃഷ്ണ കൃഷ്ണ നെഞ്ചിൽ പടഹം ഒന്നും കൃഷ്ണ എന്നും രാത്രിയും പകലും നെത്രയെത്തു ഞാൻ ചത്തുപോമെ കണ്ണ. പെണ്ണെണ്ണി വലക്കലേ, അയ്യോ പെണ്ണെണ്ണി വലക്കലേ, പെണ്ണെണ്ണി വലക്കല പെണ്ണെണ്ണി വലക്കല മന്ദാര പൂവിതലഴകാലേ മയിട്ട മെഴി കാട്ടി പയ്യാറ കൊഞ്ചി കൊഞ്ചി നീ ചാരെ വന്നാൽ ഉള്ളു പിടയുന്നേ. ഗുരുനിരാമനും കറുപ്പ് മനസ്സിലോ ഇന പപ്പിപ്പ് ഉള്ളം എന്നും ഇടിപ്പ് നറുമൊഴി ചൊല്ലിമിടുക്ക് നടയിലോ അനനടപ്പ് വയസ്സിലോ ഉണ്ട് തുടിപ്പ് നിന്റെ പെണ്ണാഴികെ തൂ മേരി പ്രിയോ പ്രിയോ മേ തേരാ മിയാ മിയാ താരകൾ പൂവിട്ട രാത്രിയിലാത്രയ നാമിക. പെണ്ണെണ്ണി വലക്കലേ, അയ്യോ പെണ്ണെണ്ണി വലക്കലേ, പെണ്ണെണ്ണി വലക്കല പെണ്ണെണ്ണി വലക്കല മന്ദാര പൂവിതലഴകാലേ
വാനത്ത് താമരപ്പ് വാലിട്ട താരിളം പോരികത്ത് വന്നാലേ അന്താക്ഷരി. Everybody get on the floor. Let's all just break the door. Don't stop till you get some more. Hit it, hit it, hit it, hit it. സിംഹമായി വന്ന പഴക് ചിന്തയിൽ രംഗക്കുറിക്ക് തീക്കനൽ നെഞ്ചിൽ വിരിക്ക് പൊള്ളും മേനേ പുലക്. കാതറാക്കണ്ട കനവായി കാതലവ ചൊന്ന കഥയായി നെഞ്ചിലോ നല്ല ഉറവായി ഞാനോ മാറി മുകില. പാടിടാം സയ്യ സയ്യ തന്നിടാം കിസ്മിയ. നെറ്റിയിൽ ചാത്തിടാം പൊട്ടൊന്നു എന്നെന്നും കൂട്ടായിടാ. പെണ്ണെണ്ണി വലകല്ലേ പെണ്ണെണ്ണി വലകല്ലേ പെണ്ണെണ്ണി വലകല്ലേ പെണ്ണെണ്ണി വലകല്ലേ മന്ദാര പൂവിതൽ അഴകാലേ. വാനത്ത് താമരപ്പ് വാലിട്ട താരിളം പോരികത്ത് വന്നാലേ അന്താക്ഷരി. നമ്മളെ തകർക്കാൻ ഏതോ ഒരുത്തൻ പുതുതായിട്ട് അവതരിച്ചിരിക്കുന്നു. ആദ്യം റസൂലിന്റെ ഗ്യാങ്ങുള്ളവരെ കൊന്നു, ഇപ്പൊ എന്റെ ഗ്യാങ്ങുള്ളവരെയും. നമ്മുടെ പണവും അവൻ തട്ടിയെടുത്തു. നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് തൽക്കാലം മറക്കാം. ഇപ്പൊ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാലേ അവനെ പിടിക്കാൻ പറ്റൂ. അതിനാണ് ഈ മീറ്റിംഗ്. അവനെ എങ്ങനെ നമുക്ക് പൊക്കാം? ഇവിടുത്തെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖനായ MS റാവുവിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. വലിയൊരു എമൗണ്ട് ആവശ്യപ്പെടാം. ആ പണം അടിച്ചു മാറ്റാൻ അവൻ അവിടെ തീർച്ചയായും വരും. അവിടെ വച്ചവനെ പൂട്ടാം. ഹലോ, വെടി പൊട്ടിയില്ല എന്ന് കരുതി താൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. തോക്ക് ജാമാക്കി കൊടുത്തു വിട്ടാ ഞാന്. അത് എന്റെ പിള്ളേർക്ക് ഇപ്പോഴും അറിയില്ല. നിനക്ക് എന്താ വേണ്ടത്? 5 കോടി തന്നില്ലെങ്കിൽ ശരിക്കും വെടി പൊട്ടും. തരാം. എവിടെയാ കൊണ്ടുവരേണ്ടത്? MG റോഡിലെ മെയിൻ സിഗ്നലിനടുത്ത്. ഹലോ നർസി, അവരെ ഫോളോ ചെയ്യേ. ചെയ്യാം. ഒരു കാരണവശാലും ഇത് മിസ്സാവരുത്. ഇതൊരു വലിയ ഡീലാ. എനിക്ക് വേണ്ടി നീ ചെയ്യുന്ന അവസാനത്തെ ഡീൽ. ഫൈസി, വയ്ക്കോ. അവൻ ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ. ആ പൂജാരി അവിടെ ഇല്ലടാ. അണ്ണാ അവരോട് ഇല്ലണ്ണ, രക്ഷപ്പെട്ടു. എങ്ങനെയാണ് അവൻ രക്ഷപ്പെട്ടത്? എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അവൻ ഇങ്ങോട്ട് വരും. ദേ വന്നു. ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. പൂജാരി, ഞങ്ങളൊന്നും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? വേഷം മാറി ആൾക്കാരെ കൊന്നൊടുക്കുന്നതാണോടാ നിന്റെ പൂജ? പൂജയോ? നിന്റെ ആൾക്കാർ ചത്ത ഷോക്കിൽ നിനക്കെന്താ പ്രാന്തായോ?
ചെന്നൊരു ഡോക്ടറെ കാണടാ. ഇവിടെ വെച്ച് ഇത്രയും ചങ്കുറ്റത്തോടെ നീ സംസാരിക്കണമെങ്കിൽ നിന്റെ ധൈര്യം സമ്മതിക്കണം. അതെന്റെ കൂടപ്പുറപ്പാടാ. സർ, എന്താ നരസിംഹ, അവന്മാര് നിന്നെ ശരിക്കും പൂട്ടിയല്ലേ? സർ, നിനക്കെന്റെ മോളെ പ്രേമിക്കണോ അല്ലടാ? സകലമാന ആൾക്കാരുടെയും ഫോൺ ടാപ്പ് ചെയ്യുന്ന ഞാൻ നിന്റെ ഫോൺ ടാപ്പ് ചെയ്തിരിക്കൂടാ. ചാകടാ, നിന്നെ എനിക്കിന് വേണ്ട, പൊയ്ക്കോ. എന്താടാ, 1 മണിക്കൂർ മുമ്പ് വരെ നിന്റെ മരണം ആഗ്രഹിച്ചവൻ നിന്നെ ഇപ്പൊ രക്ഷിക്കുന്നതിനാണെന്ന് നീ ആലോചിക്കുകയാണോ? ഈ കളിയിൽ എനിക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. നിന്റെ ജീവൻ അതെനിക്ക് തന്നെ വേണമടാ. ഹായ്, ഞാനാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. ഇയാളാരാ? ഞാൻ പറഞ്ഞ റോയ് ഇയാളാണ്. ചെയ്ത ഹെൽപ്പിനെല്ലാം നന്ദി. ഇന്നു മുതൽ നീയും എൻ്റെ ആളാ. വെൽ, നിങ്ങളെല്ലാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാണെന്നറിയോ? നിങ്ങളെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്.
അതെന്താണെന്ന് അറിയണമെങ്കിൽ ഒരു കഥ കേൾക്കണം. നിന്റെ അച്ഛൻ മിലിറ്ററി ലാംപ്സ് ഡിസൈനർ ആയിരുന്നു. അയാൾ ഒരു വെപ്പൺ കണ്ടുപിടിച്ചു. ഇറ്റ്സ് എ റെവല്യൂഷണറി ആം. ആ ഡിസൈൻ എനിക്ക് വേണമായിരുന്നു, കാരണം അതാണ് എന്റെ ബിസിനസ്. പക്ഷെ നിന്റെ അച്ഛൻ സമ്മതിച്ചില്ല. ഞാൻ നിന്റെ അച്ഛനെ പറ്റി കൂടുതൽ അന്വേഷിച്ചു. അങ്ങനെ നിന്റെ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട് ധൻരാജിനെ കിട്ടി. ഇയാളെ ഉപയോഗിച്ച് നിന്റെ അച്ഛനെ ഞാൻ കിഡ്നാപ്പ് ചെയ്തു. അതിനുശേഷം ഒരു ആക്സിഡന്റിൽ നിന്റെ അച്ഛൻ മരിച്ചു. ഓഫ് കോഴ്സ് ആക്സിഡന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. നിനക്കൊരു സർപ്രൈസ്. നിന്റെ അച്ഛൻ ജീവനോട്. ഞാൻ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നിന്റെ അച്ഛനെ കൊണ്ട് ആ വെപ്പൺ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഇനിയും ഒരു 6 മാസം കൊണ്ട് അത് പൂർത്തിയാവേണ്ടതാ. പക്ഷെ നിന്റെ അച്ഛൻ എനിക്കൊരു സർപ്രൈസ് തന്നു. എന്റെ ഫാമിലിയെ എനിക്ക് കാണണമെന്ന്. അന്ന് തൊട്ട് നിന്നെ ഞാൻ അന്വേഷിക്കുന്നതാ. ഇപ്പോഴാ കയ്യിൽ കിട്ടിയത്. മേജർ, മേജർ, ഫാമിലി നടിക്കടി പറയാറില്ലേ, ഇതാ നിങ്ങളുടെ മകൻ. നീ ഇയാളുടെ മകൻ തന്നെയാണോ അതോ ഞങ്ങൾ എന്തെങ്കിലും നാടകം കളിക്കുന്നതാണോ എന്ന് ഇയാൾക്കൊരു സംശയമുണ്ട്. ഇത്തരം സീരിയസ് കാര്യങ്ങളിൽ ഞാൻ നാടകം കളിക്കാറില്ല. നീയാണ് മകനെന്ന് തെളിയിക്കാനുള്ള ബാധ്യത നിനക്കുണ്ട്. പ്രൂവ് ഇറ്റ്. എന്താടാ നോക്കുന്നേ? അടിക്കണോ? എങ്കിൽ അടിക്കടാ.